അണ്ണോ, ഹലോ. കുറച്ച് നാളായാലോ കണ്ടിട്ട്. ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാ കുറച്ച് ത്രില്ലർ സീരീസ് പറഞ്ഞു നോക്കോ. ആഹാ, പണി തരാമെന്നാണല്ലേ? യെസ്, ഒരു 10 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ്. പറ്റിയാൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളത് പറ. ശരി, എല്ലാം ഒന്നും അണ്ടർ റേറ്റഡ് ഒന്നുമല്ല, എന്നാൽ ചിലതൊക്കെയാണ് താനും. ഓക്കെ, എന്നാ പിടിച്ചോ. 10 ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ്. Let us start, Maggie. Let us start, Maggie. Y'all know me, still the same OG, but I've been low key. നമ്പർ 10. സ്വീഡനിലെ ഒരു ചെറിയ ടൗണിൽ തന്റെ കൂട്ടുകാരിയുടെ മകളെ കാണാതാകുമ്പോൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ക്രിമിനോളജിസ്റ്റായ ലൈലയുടെ കഥ. സീരീസ് 2025 നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സ്വീഡിഷ് ക്രൈം ത്രില്ലർ ദ ഗ്ലാസ് ഡോം. പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്കൊരു സഫക്കേഷൻ ഒക്കെ തരുന്ന ഒരു സ്റ്റോറിയും കഥ പറച്ചിൽ സ്റ്റൈലും ഒക്കെയാണ് ഇതിന്. നല്ല പെർഫോമൻസും കിടു ലൊക്കേഷൻ, ക്യാമറ, എഡിറ്റിംഗ്, സ്കോർ ഒക്കെ ഇതിന്റെ പോസിറ്റീവ്സ് ആണ്. ഇതിന്റെ മിസ്റ്ററി അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു. അല്പം സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സ്വീഡിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബ്ബിംഗും അവൈലബിൾ ആണ്. മലയാളം തമിഴൊന്നും ഇല്ല. 42 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 6 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ഇത് 18+ സീരീസ് ഒന്നുമല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. നമ്പർ 9. അന്റോണിയ സ്കോട്ട് എന്ന വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷകയുടെ കഥയാണിത്. ഒരു സീക്രട്ട് പോലീസ് പ്രോജക്റ്റിൽ അവളും കൂടെ ജോൺ എന്നൊരു ഇൻസ്പെക്ടറും കൂടെ നടത്തുന്ന അന്വേഷണം പല രഹസ്യങ്ങളിലേക്കും വഴിതെളിക്കുന്നു. സീരീസ് 2024 പ്രൈം വീഡിയോയിൽ റിലീസായ സ്പാനിഷ് ക്രൈം ത്രില്ലർ റെഡ് ക്വീൻ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള കഥയുമാണ് ഇതിനുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്താനും ഇതിന് സാധിക്കുന്നുണ്ട്. അല്പം സ്ലോ പേസ്ഡ് ആണ് ആൻഡ് ചില്ലറ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. സ്റ്റിൽ ഒരു ഡീസന്റ് സീരീസ് ആണെന്ന് പറയാം. പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം. 50 മുതൽ 52 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 7 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. സ്പാനിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. മലയാളം ഡബ്ബിംഗ് അവൈലബിൾ ആണ്. നമ്പർ 8. 2004 സ്വീഡനിലെ ലിൻഷോപ്പിനിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം. ഇതിന്റെ അന്വേഷണം പറയുന്ന സീരീസ് ആണ്. ഇത് ഒറിജിനൽ സംഭവത്തെ ബേസ് ചെയ്ത് വന്ന ഒരു സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ 2025 റിലീസായ സ്വീഡിഷ് ക്രൈം ഡ്രാമ ദ ബ്രേക്ക് ത്രൂ. ഈ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി നീണ്ട 16 വർഷങ്ങളാണ് സ്വീഡിഷ് പോലീസിന് വേണ്ടി വന്നത്. അതായത് 2004 ക്രൈം നടന്നതെങ്കിലും കൊലയാളിയെ പിടിക്കുന്നത് 2020 അതിനുവേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺ. പിന്നെ ഇതിന്റെ കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾക്ക് സഹായകരമായത് ജീനിയോളജിസ്റ്റ് ആയ പെറിന്റെ ഹെൽപ്പാണ്. എന്താണ് ജീനിയോളജി എന്നതിനെ കുറിച്ച് പുതിയൊരു ഇൻഫർമേഷൻ നൽകുന്ന ഒരു സീരീസ് കൂടിയാണിത്. പക്ഷേ സീരീസ് ഭയങ്കര സ്ലോ ആണ്, അത്ര എൻഗേജിംഗ് ഒന്നും അല്ല എന്നുള്ളത് ഇതിന്റെ നെഗറ്റീവ് ആണ്. സോ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. സ്വീഡിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബ്ബിംഗ് വേർഷൻ അവൈലബിൾ ആണ്. 35 മുതൽ 42 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 4 എപ്പിസോഡുകൾ മാത്രമേ ഇതിനുള്ളൂ. നമ്പർ 7. റസ്റ്റി സാബിച്ച് എന്ന അഡ്വക്കേറ്റിന്റെ കഥ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ കാരലിൻ അതിക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ കൊലപാതക കുറ്റം അദ്ദേഹത്തിന് ചുമലിൽ വന്നു ചേരുന്നു. പുള്ളിയാണോ കൊന്നത് അതോ വേറെ ആരെങ്കിലും ആണോ കൊലപാതകി, എന്തിനു കൊന്നു, ഇതൊക്കെയാണ് ഈ സീരീസ് പറയുന്നത്. 2024 ജേക്ക് ജിലൻഹാളിനെ നായകനാക്കി ആപ്പിൾ TV പ്ലസിൽ റിലീസായ പ്രസ്യൂംഡ് ഇന്നസെന്റ്. 1987 പ്രസിദ്ധീകരിച്ച ഇതേ പേരിലുള്ള നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ്. ഓൾറെഡി ഈ കഥ 90 സിനിമയായിട്ടും വന്നിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിലെ നായകൻ റസ്റ്റി ആയിട്ട് ജേക്ക് ജിലൻഹാളിന്റെ കിടു പെർഫോമൻസ് ഉണ്ട്. ക്യാമറ, മ്യൂസിക്, പ്രൊഡക്ഷൻ ഡിസൈൻ ഒക്കെ നല്ലതാണ്. ബട്ട് പ്രധാന പ്രശ്നം ഇതിന്റെ ലെങ്ത് ആണ്. കുറച്ചുകൂടി സ്പീഡായിട്ട് പറഞ്ഞു പോകാമായിരുന്ന കഥ ഇങ്ങനെ വലിച്ചു നീട്ടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇടയ്ക്ക് നന്നായിട്ട് മുഷിപ്പിക്കുന്നുണ്ട്. 18+ സീരീസ് ആണ്. 42 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. നമ്പർ 6. സിക്സ്ത് സെൻസ് പോലെ ഭാവിയെക്കുറിച്ച് കുറച്ച് വിഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥ. കടലിനോട് അടുത്തുള്ള ഒരു സ്ഥലത്ത് അയാൾ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സീരീസ് പറയുന്നത്. മൈക്കൽ സാന്റിയാഗോയുടെ നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ്. ഓറിയോൾ പൗളോയാണ് ഇതിനെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സീരീസ് ദ ലാസ്റ്റ് നൈറ്റ് ഇൻ ട്രെമോർ ബീച്ച്. അത്യാവശ്യം കിളി പറത്തുന്ന പുതുമയുള്ള ഒരു ബേസിക് സ്റ്റോറി ലൈൻ ആണ് ഇതിനുള്ളത്. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ഇതിലുണ്ട്. ഒപ്പം ക്യാമറ, ലൊക്കേഷൻ, VFX ഒക്കെ നൈസ് ആണ്. ഓറിയോൾ പൗളോയുടെ സീരീസ് ആണെങ്കിലും ഒട്ടും ഹൈപ്പ് ഇല്ലാതെയാണ് ഇത് വന്നത്. റിവ്യൂസും ഒക്കെ നെഗറ്റീവ് ആയിരുന്നു കൂടുതലും. സോ ഞാൻ അധികം പ്രതീക്ഷയില്ലാതെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും ഇതൊരു നല്ല സീരീസ്, ഒരു നല്ല സ്ലോ ബേണിംഗ് ത്രില്ലർ ആയിട്ടാണ് തോന്നിയത്. ഓറിയൽ പോളോയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ചിന്ന കിളിപറത്തൽ ഐറ്റം ആണിത്. പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ്. 57 മുതൽ 81 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകൾ ഇതിനുണ്ട്. മുഴുവൻ കണ്ടു തീർക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും, ക്ഷമ വേണം. സ്പാനിഷ് ആണ് ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷും ഹിന്ദിയും അവൈലബിൾ ആണ് ഡബ്ബിംഗ്. തമിഴ്, മലയാളം ഡബ്ബിംഗ് ഒന്നുമില്ല. ഇത് 18+ ആണ് കേട്ടോ. നമ്പർ 5. സ്റ്റോക്ക്ഹോമിൽ ജോലി ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവായ ഹെന്ന ഓരെ എന്ന ഒരു ചെറിയ സിറ്റിയിലേക്ക് വരുന്നു. അവിടെ ഒരു മിസ്സിംഗ് ഗേളിന്റെ കേസ് അന്വേഷിക്കാൻ പുള്ളിക്കാരിക്ക് ഇടയാകുന്നു. ഇതാണ് ഈ സീരീസ് പറയുന്നത്. 2025 തന്നെ റിലീസായ നെറ്റ്ഫ്ലിക്സിൽ വന്ന സ്വീഡിഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണിത്, ദ ഓരെ മർഡേഴ്സ്. വിവേക സ്റ്റെൻ എഴുതിയ 2 നോവലുകളെ ആസ്പദമാക്കിയുള്ള ഒരു സീരീസ് ആണിത്. അതിലെ 2 കഥയാണ് ഈ ഒറ്റ സീരീസിൽ പറയുന്നത്. ആദ്യത്തെ 3 എപ്പിസോഡ് ഒരു കഥയാണെങ്കിൽ
അവസാനത്തെ 2 എപ്പിസോഡ് വേറെ കഥയാണ് പറയുന്നത്. നല്ല ക്യാമറയും ലൊക്കേഷനുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻസ് ആണ് ഇതിന്റെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതറിയാനായിട്ട് ആകാംക്ഷ നൽകി പിടിച്ചിരുത്തുന്ന ഒരു മേക്കിംഗ് ആണ് ഇതിനുള്ളത്. ഈ മഞ്ഞും മിസ്റ്ററിയും എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കോംബോ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ആസ്വദിച്ച് കണ്ടൊരു സീരീസ് ആണ്. അങ്ങനെ ടേസ്റ്റ് ഉള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. 35 മുതൽ 55 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 5 എപ്പിസോഡുകളാണ് സീരീസിനുള്ളത്. ഒറിജിനൽ ലാംഗ്വേജ് സ്വീഡിഷ് ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. നമ്പർ 4, ലണ്ടനിൽ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ 4 വ്യത്യസ്ത ടൈം ലൈനുകളിൽ ഒരേ മൃതദേഹം ലഭിക്കുന്നതും അത് അന്വേഷിക്കുന്ന 4 ഡിറ്റക്റ്റീവുകളുടെ കഥയും പറയുന്ന സീരീസ്. അതായത് 1890, 1941, 2023, 2053 ഈ വർഷങ്ങളിൽ ഒരേ ഡെഡ് ബോഡി ഒരേ സ്ഥലത്ത് കാണപ്പെടുന്നു. ആൻഡ് അതാത് സ്ഥലത്തെ 4 ഡിറ്റക്റ്റീവുകൾ ഇത് അന്വേഷിക്കുന്നതുമാണ് കഥ. സീരീസ് 2023 നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ബോഡീസ്. ഇൻവെസ്റ്റിഗേഷനൊപ്പം സൈഫൈയും കൂടി മിക്സ് ആയി വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. 4 ടൈം ലൈനുകൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു നോൺ ലീനിയർ കഥ പറച്ചിൽ രീതി തന്നെ നൈസ് ആണ്. നല്ല പ്രകടനങ്ങൾ, ടെക്നിക്കലിയും നൈസ് ആണ്. വിവിധ കാലഘട്ടങ്ങളിലെ കലാസംവിധാനം സീരീസിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാം. 55 മുതൽ 61 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ സീരീസ് കാണാം. 18+ ആണ്. നമ്പർ 3, 6 വ്യക്തികൾ, അവർക്കെല്ലാം അവരുടേതായ ചില ഡാർക്ക് സീക്രറ്റ്സ് ഉണ്ട്. ഒരു ആക്സിഡന്റ് വഴി ഇവർ എങ്ങനെ പരസ്പരം കണക്റ്റഡ് ആകുന്നു എന്ന് കാണിക്കുന്ന ഒരു സീരീസ്. 2025 നെറ്റ്ഫ്ലിക്സിൽ വന്ന കൊറിയൻ ക്രൈം ത്രില്ലർ കർമ്മ. ഒരു കിടിലൻ സ്ക്രിപ്റ്റ്, അത് നല്ല കിടുവായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാം കണക്റ്റഡ് ആണ് ഇതിലെ. ഓരോ വ്യക്തിയും ഓരോ സംഭവവും അത്ര ചെറുതാണെങ്കിൽ പോലും അതിനെല്ലാം കഥയിൽ ഏറെ പ്രാധാന്യമുണ്ട്. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളും ഉണ്ട്. അതിൽ ചിലതൊക്കെ അൺപ്രഡിക്റ്റബിളുമായിരുന്നു. നൈസ് പെർഫോമൻസസ്, അതുപോലെ ടെക്നിക്കൽ ആസ്പെക്ട്സും മികച്ചതാണ്. കൊറിയനൊപ്പം തമിഴ്, ഹിന്ദി ഡബിങ്ങും അവൈലബിൾ ആണ്. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ലെങ്ത്തുള്ള 6 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. നമ്പർ 2, 1979 മാൻഹട്ടനിലെ ആൾത്തിരക്കുള്ള ഒരു സബ്വേയിൽ നടക്കുന്ന ഒരു വെടിവെപ്പിനെ തുടർന്ന് ഒരു ടീനേജ് പയ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതും അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും പറയുന്ന സീരീസ്. 2023 ആപ്പിൾ TV പ്ലസിൽ വന്ന ദ ക്രൗഡഡ് റൂം. ദ മൈൻഡ്സ് ഓഫ് ബില്ലി മില്ലിഗൻ എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ്. ഇത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആ പേരുള്ള ആളുടെ കഥയുമാണ്. ടോം ഹോളണ്ട്, അമാൻഡ സൈഫ്രഡ് തുടങ്ങിയ ഒരു ഗംഭീര താരനിരയുണ്ട്. നല്ല പെർഫോമൻസ് ആണ്. സ്ക്രിപ്റ്റും ബ്രില്യന്റ് ആണ്. ടെക്നിക്കലിയും നൈസ് ആണ്. ഓരോ ക്യാരക്ടറിനെയും നന്നായിട്ട് എഴുതിയിട്ടുമുണ്ട്. ആപ്പിൾ TV പ്ലസിലാണ് ഈ സീരീസ് സ്ട്രീം ചെയ്യുന്നത്. 40 മുതൽ 50 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 10 എപ്പിസോഡുകളാണ് ഇതിലുള്ളത്. ഇനി നമ്പർ 1 സീരീസ്. ഈസ്റ്റൗൺ എന്ന സ്ഥലത്തെ ഡിറ്റക്റ്റീവ് ആണ് മേയർ ഷീഹൻ. 1 വർഷം മുമ്പ് നടന്നൊരു കൊലപാതകത്തിന്റെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല എന്നൊരു ചീത്തപ്പേര് ഓൾറെഡി അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉള്ളപ്പോഴാണ് പുതിയൊരു കൊലപാതകം സംഭവിക്കുന്നത്. അതും വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു. ഇതിന്റെ അന്വേഷണം പറയുന്ന സീരീസ്. 2021 HBOയിൽ വന്ന മേയർ ഓഫ് ഈസ്റ്റൗൺ. എ മസ്റ്റ് വാച്ച് ഫോർ ത്രില്ലർ ലവേഴ്സ്. മികച്ച കഥ, നന്നായി എഴുതപ്പെട്ട കഥാപാത്രങ്ങൾ, കിടു മേക്കിംഗ്, കാസ്റ്റിംഗ്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, അങ്ങനെ എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്ന ഒരു സീരീസ് ആണിത്. എടുത്തു പറയേണ്ടത് മേയർ എന്ന ക്യാരക്ടറിനെ ഗംഭീരമാക്കിയ നമ്മുടെ കേറ്റ് വിൻസ്ലെറ്റിന്റെ അസാധ്യ പെർഫോമൻസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സീരീസ് അല്ല ഇത്. മേയറിന്റെ പേഴ്സണൽ ലൈഫും അതുമായിട്ട് ഇൻവെസ്റ്റിഗേഷനുള്ള ബന്ധവും ഒക്കെ തന്നെ നന്നായിട്ട് സീരീസിൽ പറയുന്നുണ്ട്. സോ സ്ലോ പേസ്ഡ് ആണ് ഇത് കുറച്ച്, ബട്ട് ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഗംഭീര ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ്. പ്ലാറ്റ്ഫോം ജിയോ സിനിമ. 58 മുതൽ 76 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 7 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു കിടിലൻ മസ്റ്റ് വാച്ച് ഐറ്റം ആണ്. ഓക്കെ, മിസ് ചെയ്യില്ല. ഇത് മാത്രമല്ല, എല്ലാം കണ്ടേക്കാം. അപ്പടി പോട്.